ഇടുക്കി നെടുങ്കണ്ടം ഇരട്ട കൊലപാതകത്തിൽ മാത്യുവിന്റെ തിരോധാനത്തിൽ ദുരൂഹത തുടരുന്നു. രണ്ടാം ദിനത്തിലും തെരച്ചിലിലും നിർണായക തെളിവുകൾ ലഭ്യമായില്ല. ലഭിച്ച അസ്ഥി കഷ്ണങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. അമ്മ മേരിക്കുട്ടിയെയും സഹോദരൻ റജിയെയും കൊലപ്പെടുത്തി സജി കുഴിച്ചുമൂടിയ പ്രദേശത്താണ് രണ്ടാം ദിനവും പോലീസ് പരിശോധന നടത്തിയത്. വീടിന്റെ പിൻഭാഗത്ത് സംശയം തോന്നിയ വിവിധ സ്ഥലങ്ങളിൽ JCB ഉപയോഗിച്ച് കുഴിയെടുത്ത് പരിശോധന നടത്തി. ആദ്യ ദിനത്തിലെ പരിശോധനയിൽ എല്ലിൻ കഷ്ണവും വസ്ത്രാവശിഷ്ടങ്ങളും ലഭിച്ചിരുന്നു. എല്ലിൻ കഷ്ണം മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ എന്ന് തിരിച്ചറിയുന്നതിനായി ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. മൃഗത്തിന്റേതെന്നാണ് പ്രാഥമിക നിഗമനം. പ്രതി മൊഴിമാറ്റി പറയുന്നത് അന്വേഷണ സംഘത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പ്രതിയുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ചാൽ പിന്നീട് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി തുടരന്വേഷണം നടത്തും. 2018 മാർച്ച് 3-നാണ് സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതാവുന്നത്. മകളുടെ ചികിത്സാവശ്യത്തിനായി കട്ടപ്പനയ്ക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തിരികെ എത്താതെ വന്നതോടെ മകൻ റജി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് അന്വേഷിച്ചെങ്കിലും വ്യക്തമായ തെളിവുകൾ ലഭിക്കാതെ വന്നതോടെ അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. മാത്യു ബസ്സിൽ കയറി പോകുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. ഞാൻ പണിക്ക് പോകാനായിട്ട് കയറിയപ്പം ഞാൻ ഇവിടുന്ന് ബസ്സിനാണ് കയറി പോകുന്നത്. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് കയറി വന്നപ്പോഴത്തേനും സമയം പോയി. വണ്ടി ഞാൻ കടന്നു പോവുകയും പുള്ളി ഷർട്ടിൻ്റെ ഒരു കൈ വിട്ട് കൂടി വന്ന് വണ്ടിയെ കയറുന്ന കണ്ടു. അതെ പിന്നെ കണ്ടിട്ടില്ല. ധൃതി പിടിച്ച് ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്ന വഴിയല്ലേ, ഇട്ടുകൊണ്ട് ഓടി ഇറങ്ങി വന്ന് വണ്ടി കയറി പോകുമായിരുന്നു. ഇരട്ടക്കൊലപാതകത്തിന്റെ വിവരം പുറം ലോകം അറിഞ്ഞതോടെയാണ് 8 വർഷങ്ങൾക്ക് ശേഷം മാത്യുവിന്റെ തിരോധാനത്തിലും സംശയം വർദ്ധിച്ചത്. പോലീസിന്റെ അന്വേഷണം തൃപ്തികരമെന്ന് മാത്യുവിന്റെ മകൾ സിനി പറഞ്ഞു. ഉണ്ടായിരുന്നു പറഞ്ഞു. അവൻ പറയാം അങ്ങനൊന്നും പറയുന്നില്ലല്ലോ, കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ. പിന്നെ സംശയത്തിന്റെ പേരിലൊന്നും നോക്കി, ഞാൻ സംശയം പറഞ്ഞതുകൊണ്ട് അവർ നോക്കിയെടുത്തൊന്നും ഇല്ല. അപ്പൊ പിന്നെ ഇല്ലാത്തൊരു കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. പോലീസിന്റെ ഭാഗത്ത് നല്ലൊരു സഹകരണം കിട്ടിയിരിക്കുന്നത്. കാരണം നമ്മുടെ എല്ലാ സംശയങ്ങളും അവര് തീർത്തിരുന്നുണ്ട്. നമുക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും അന്ന് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ നല്ല സഹകരണം പൂർണ്ണത. അമ്മ മേരിക്കുട്ടിയെയും സഹോദരൻ റജിയെയും കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി സിനി നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരുടെയും മൃതദേഹം വീടിന് സമീപം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ഏപ്രിൽ 4-നാണ് ഇരുവരെയും സജി കൊലപ്പെടുത്തിയത്. മൃതദേഹങ്ങൾ 2 ദിവസം ഗ്രീൻ നെറ്റിൽ പൊതിഞ്ഞു സൂക്ഷിച്ച ശേഷം പിന്നീട് കുഴിച്ചിടുകയായിരുന്നു. ആഴ്ചകൾക്ക് ശേഷം ഇരുവരെയും കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി സിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വീട്ടിലെത്തുന്നതുവരെ പ്രതി വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.